പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 206-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഈ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ, അതായത് 205-ാം എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് കേൾക്കണമെന്ന് ആദ്യമേ അറിയിക്കുന്നു. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരോട് ഇന്റർസെഷൻ അപേക്ഷ കഴിക്കുന്നതും പ്രയോജനമില്ലാത്തതും വചനവിരുദ്ധവുമാണെന്ന് പഠിപ്പിക്കുന്നതിന് വേർപാട് സഭക്കാർ, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാർ ആധാരമാക്കുന്ന മറ്റൊരു വചനമാണ് സഭാപ്രസംഗി 9-ാം അധ്യായം 10-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. ഇതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നത്, സൂര്യൻ്റെ കീഴിൽ നിനക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളുക, മരണശേഷം നീ ചൊല്ലുന്ന പാതാളത്തിൽ നീ ഒന്നും അറിയുന്നില്ല എന്ന വചനത്തോട് അനുബന്ധമായിട്ടത്രേ. ഈ വേദഭാഗം എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്ന്, പാതാളത്തിൽ കിടക്കുന്നവർ ഒന്നും അറിയുന്നില്ല, അവർക്ക് ഒരു പ്രവൃത്തിയും ഇല്ല, അവർക്ക് ജ്ഞാനമോ അറിവോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നീ ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു കൊള്ളുക എന്ന ഒരാഹ്വാനത്വമാണ് ഈ വചനത്തിന് ആമുഖമായിട്ടുള്ളത്. സഭാപ്രസംഗി 9-ാം വാക്യം ശ്രദ്ധിക്കുക. ദുഷ്ടനായ ഒരു മനുഷ്യന്റെ ആത്മകഥമായിട്ടാണ് ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നീ മരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇതും പ്രത്യാശയില്ലാത്തവരുടെ മനോഗതമാണ് എന്ന് നാം തിരിച്ചറിയണം. അല്ലാതെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ടല്ല ഈ വാക്യത്തെ നാം കാണുന്നത്. ഈ വാക്യം വാങ്ങിപ്പോയവരുമായുള്ള ആത്മീയ കൂട്ടായ്മയ്ക്ക് എതിരായ ഒരു വേദഭാഗവും അല്ല. ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ നിദ്ര കൊണ്ടവരാരും പാതാളത്തിൽ പോകുന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ പെന്തക്കോസ്തുകാരുടെ നിലപാട് വ്യത്യസ്തമാണ്. പെന്തക്കോസ്തുകാർ വിശ്വാസികളും അവർ മാത്രം ക്രിസ്തുവിനോട് കൂട്ടായ്മയുള്ളവരും ആകുന്നു എന്നും അവർക്കാർക്കും പാതാളത്തിൽ പോകുവാൻ ഇടയാകുകയില്ല എന്നും അവർ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ വാങ്ങിപ്പോയവർ ക്രിസ്തുവിനോട് കൂടെയാകുന്നു എന്നും പെന്തക്കോസ്ത് വിശ്വാസികൾ പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള എല്ലാവരും, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ അല്ലാത്ത എല്ലാവരും പാതാളത്തിൽ പോകുന്നു എന്നതത്രേ അവരുടെ നിലപാട്. എന്നാൽ നിത്യജീവന്റെ വചനം ഉപേക്ഷിച്ചു പോയ പെന്തക്കോസ്തുകാർക്ക് ക്രിസ്തുവിനോട് പങ്കും ഐക്യവും ഇല്ല എന്നതാണ് സത്യവചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 63 വരെയുള്ള ഭാഗങ്ങൾ നിത്യജീവന്റെ വചനമെന്നത്രേ പത്രോസ്ലീഹ സാക്ഷിക്കുന്നു. അതിൽ വിശ്വസിക്കാത്ത സമൂഹമാണ് വേർപാട് സഭകളും, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരും.
ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും എന്ന വാക്യത്തെയും ഇവർ ദുർവ്യാഖ്യാനം ചെയ്ത് വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവരോടുള്ള ഇൻട്രസെഷനും വേദവിപരീതമാണ് എന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ നീ ചെല്ലുന്ന പാതാളത്തിൽ അല്ലെങ്കിൽ മൗനതയിലും ആയിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താകുന്നു എന്ന് സൂക്ഷിക്കണം. സങ്കീർത്തന ഭാഗങ്ങൾ തന്നെ ഈ കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും എന്നത്രേ 9-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നതും ആയ ജാതികളുടെ അവസ്ഥയാണ് പാതാളവും മൗനതയും മരണവും എന്നെല്ലാം പറയും. വീണ്ടും ദുഷ്ടന്മാർ ലക്ഷിച്ച് പാതാളത്തിൽ മൗനമായിരിക്കുമെന്ന് 31-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം 115-ാം സങ്കീർത്തനത്തിൻ്റെ 17-ൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരാകും എന്നതിനും മറുപടിയായിട്ട് പഠിക്കേണ്ടതാണ്. അതായത് മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരെന്ന് ചോദിച്ചാൽ ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്നവരും ആണ് ആ സമൂഹം എന്നത് സത്യവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ രഹസ്യമാണ്. ഇത് ഒരു വിശ്വാസിയുടെയും അവസ്ഥയല്ല. ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവർ വലതുവശത്തെ കള്ളനെ പോലെ ക്രിസ്തുവിനോടുകൂടെ പരീക്ഷയിൽ വസിക്കുന്നു. അവർക്ക് ക്രിസ്തുവിനോടും ക്രിസ്തു മുഖാന്തരം സഭയോടും കൂട്ടായ്മയുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്. അവർ ക്രിസ്തുവിൽ ഏക ശരീരമായി ദൃശ്യവും അദൃശ്യവുമായ സഭയായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് സത്യവചനം. ഇതാണ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസവും. പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു, വിശ്വാസപരമായ വഞ്ചനയെ സൂക്ഷിച്ചുകൊള്ളുക എന്ന്. ഈ വേദഭാഗവും വഞ്ചനാപരമായി വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മെ സമീപിക്കുന്ന ആളുകളോട് ചോദിക്കുക, ഈ മരിച്ചവരും മൗനതയിലിറങ്ങിയവരും അല്ലെങ്കിൽ പാതാളത്തിലായിരിക്കുന്നവരും ആരാകുന്നു എന്ന്. അതിൻ്റെ ഉത്തരമായി 9-ാം സങ്കീർത്തനം 17-ാം വാക്യവും 31-ാം സങ്കീർത്തനം 17-ാം വാക്യവും മനഃപ്പാഠമാക്കി വയ്ക്കുക. അവരോട് സംസാരിക്കുമ്പോൾ ഈ വചനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്നെ ശ്രദ്ധിച്ച ഏവർക്കും ക്രിസ്തുയേശുവിൽ നന്ദി അറിയിക്കുന്നു. തണ്ണിക്കോട്ടച്ചൻ.